അന്നൊരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടീനെ പഠിപ്പിച്ചു. കുട്ടിക്ക് എൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കാനഡ ലൈഫ് വിചാരിച്ച പോലെ അത്ര സക്സസ്ഫുൾ ആയില്ല. ഒരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പം എനിവേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചിങ്ങ് വന്നു. തിരിച്ചു വന്നിട്ട് ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് കയറി. സത്യം പറഞ്ഞാൽ ഇതിന് 0 ഇൻവെസ്റ്റ്മെൻറ്റാണ്, ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. ആദ്യം നമ്മൾ ടീച്ചേഴ്സിനടുക്ക് നിങ്ങൾക്ക് എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അത് നമ്മളൊരു 100 രൂപ മറ്റുമായിരുന്നു മാർജിനുള്ള രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. പേരൻസിനടുക്ക് നമ്മുടെ ഫീസ് ഇതാണെന്ന് പറയും. നമ്മുടെ ടീച്ചേഴ്സിനും അതറിയാം ഇത്രയാണ് നമ്മുടെ മാർജിൻ ഉള്ളത്. റൈറ്റ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി കസ്റ്റമൈസബിൾ ആണ്. അത് സമയം മാത്രമല്ല, നമുക്ക് സിലബസ് വേണ്ട, പാഠപുസ്തകത്തിൻ്റെ പുറകിലുള്ള ഗ്രാമർ മതി എന്ന് പറഞ്ഞ് നമ്മളത് എടുത്തു കൊടുക്കും. ഇപ്പോൾ കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി ആ രീതിയിലാണ് നമ്മളുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു കരിക്കുലം അല്ല നമുക്കുള്ളത്. ടേണിംഗ് പോയിന്റിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് ടേണിംഗ് പോയിന്റിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് റൈറ്റ് ബോർഡ് ലേണിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ സാരഥിയായിട്ടുള്ള സൂര്യ വിജയകുമാറാണ്. ഒരു കുട്ടിയുമായി 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് വളർച്ചയുടെ പാതയിലാണ്. ആ കഥയാണ് നമ്മൾ ഇന്ന് കേൾക്കാൻ പോകുന്നത്. റൈറ്റ് ബോർഡിൻ്റെ സാരഥിയായിട്ടുള്ള സൂര്യ വിജയകുമാറിന് ടേണിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഓക്കെ സർ. ആദ്യം തന്നെ സൂര്യയുടെ സ്വദേശം, അതുപോലെ പഠിച്ചതും വളർന്നതും എല്ലാം എവിടെയാണ്? എൻ്റെ സ്വന്തം സ്ഥലം ആലപ്പുഴയാണ്. ഹരിപ്പാടിനടുത്ത് മഹാദേവികാട് എന്ന് പറയുന്നൊരു ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ പഠനമെല്ലാം അവിടെ തന്നെയായിരുന്നു. പിന്നെ പത്രപ്രവർത്തനം പഠിച്ചത് മനോരമ സ്കൂൾ ഓഫ് കമ്മ്യൂണിക്കേഷനിലായിരുന്നു. അതെ, മാസ്കോമിലായിരുന്നു പഠിച്ചത്, കോട്ടയത്ത്. ഫാമിലി ഹസ്ബൻഡുണ്ട്, ഒരു മകളുണ്ട്. മോൾക്ക് 3.5 വയസ്സായി. മോള് ഡേ കെയറിൽ പോയി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോൾ പത്രപ്രവർത്തന രംഗത്ത് 10 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ എവിടെയൊക്കെയാണ് ശരിക്കും വർക്ക് ചെയ്തിട്ടുള്ളത്? എനിക്ക് എൻ്റെ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത് മനോരമയിലാണ്. മലയാള മനോരമയുടെ ഓൺലൈനിൽ ഞാൻ സബ് എഡിറ്ററായിരുന്നു, 10 വർഷം ഉണ്ടായിരുന്നു. അതിനു മുമ്പ് ഞാൻ ധനം എന്ന് പറഞ്ഞ ബിസിനസ് മാഗസീനിലുണ്ടായിരുന്നു. ഞാൻ ശരിക്കും ബിസിനസ് ജേർണലിസ്റ്റായിട്ടാണ് തുടങ്ങുന്നത്. പിന്നെ DC ബുക്സിൻ്റെ എമർജിംഗ് കേരള എന്ന് പറഞ്ഞൊരു മാഗസീനിലും വർക്ക് ചെയ്തിട്ടുണ്ട്. അത് വളരെ കുറച്ച് കാലമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് 2013 ഞാൻ മനോരമയിൽ ജോയിൻ ചെയ്യുന്നത്. ഏറെ പാഷനോടെ, അല്ലെങ്കിൽ നമ്മൾ ഒരു പത്രപ്രവർത്തന രംഗത്ത് നമ്മളൊരു ഹൈ ലെവലിലെത്തണമെന്ന് ഒരു പാഷനോടെയാണ് നമ്മളിതിലേക്ക് വന്നത്. ഈ ഒരു 10 വർഷം നമ്മൾ ഈ ഒരു പത്രപ്രവർത്തന രംഗത്ത് നിന്നിട്ട് പിന്നെ പെട്ടെന്നൊരു ഷിഫ്റ്റ് ഉണ്ടാകുന്നത് അതെങ്ങനെയാണ്? പെട്ടെന്നൊരു ഷിഫ്റ്റ് എന്നല്ല, ഇത് വളരെ അവിചാരിതമായിട്ട് സംഭവിച്ചതാണ്. പത്രപ്രവർത്തനം ഇപ്പോഴും എൻ്റെ പാഷൻ തന്നെയാണ്. എനിക്ക് എഴുതാൻ ഇഷ്ടമാണ്. എഴുത്ത് ഏതെങ്കിലും ഒരു മാധ്യമത്തിൽ കൂടെ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം റൈറ്റ് ബോർഡ് എന്ന് പറയുന്ന സ്ഥാപനം എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളും വളരെ ആകസ്മികമായിട്ട് സംഭവിക്കുമെന്ന് പറയുന്നില്ലേ, അതുപോലെ ആകസ്മികമായിട്ട് സംഭവിച്ചൊരു കാര്യമാണ് റൈറ്റ് ബോർഡ് എന്ന് പറയുന്നത്. ഇത് കോവിഡിൻ്റെ സമയത്ത് കുട്ടികൾക്ക് പലപ്പോഴും ട്യൂഷൻ ക്ലാസ്സൊക്കെ മുടങ്ങുന്ന അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അവരുടെ സുഹൃത്തിൻ്റെ മകൾക്ക് ഇങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്, CBSEക്ക് സോഷ്യൽ സയൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അപ്പം അത് പഠിപ്പിക്കുന്ന ആരെങ്കിലും അറിയാവോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ആ സമയത്ത് ഞാൻ സിവിൽ സർവീസിൻ്റെ കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ആരും അറിയത്തില്ല, പക്ഷേ എനിക്കിതുപോലെ സോഷ്യൽ സ്റ്റഡീസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. ഞാൻ കംപ്ലീറ്റ്ലി +1 +2 പഠിച്ചത് തിരുവനന്തപുരം കാർമലിലായിരുന്നു. അവിടെ ഞാൻ ഹ്യൂമാനിറ്റീസാണ് പഠിച്ചത്. പിന്നെ എനിക്ക് BA മാസ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ പിന്നെ സിവിൽ സർവീസ് പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേറെ ആരും അറിയത്തില്ല, എനിക്ക് ഈ സബ്ജക്റ്റ് അറിയാവുന്നതാണ്, ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് ശരി, എന്നാൽ നീ ഒന്ന് പഠിപ്പിച്ച് നോക്ക്, ഞാൻ ഏതായാലും നമ്പർ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ കുട്ടീനെ പഠിപ്പിച്ചു. അന്ന് കോവിഡിൻ്റെ സമയം ആയതുകൊണ്ട് മിക്ക ക്ലാസ്സുകളൊക്കെ ഓൺലൈനൊക്കെ ആയിരുന്നല്ലോ. അന്ന് ഒരു കുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ കുട്ടീനെ പഠിപ്പിച്ചു. കുട്ടിക്ക് എൻ്റെ ക്ലാസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്കങ്ങനെ ടീച്ചിങ് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ അങ്ങനെയൊന്നുമില്ല. ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് വീടിൻ്റെ അടുത്തുള്ള ട്യൂഷൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാൻ പറ്റുന്നത് എൻ്റെ അമ്മ ടീച്ചറാണ്, എൻ്റെ അപ്പൂപ്പൻ ടീച്ചറാണ്, അപ്പൂപ്പൻ്റെ അച്ഛനും സാറാണ്. അപ്പോൾ നമ്മളറിയാതെ നമ്മളുടെ ജീനിൽ അത് ഉണ്ടാവും എന്ന് പറയില്ലേ. അപ്പോൾ ഞാൻ ആ കുട്ടീനെ പഠിപ്പിച്ചപ്പോഴത്തേക്കും അവർക്കത് നല്ലപോലെ വർക്കായി. കുട്ടിക്കത് നന്നായിട്ട് മനസ്സിലായി സോഷ്യൽ പഠിപ്പിച്ചത്. അപ്പം അവരെൻ്റെ അടുത്ത് ചോദിച്ചു, ഈ രീതിയിൽ കുട്ടിയുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് പഠിപ്പിക്കുന്ന വേറെ ടീച്ചേഴ്സിനെ അറിയാമോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ അങ്ങനെ കുട്ടിക്ക് വേണ്ടിയിട്ട് വേറെ ടീച്ചേഴ്സിനെ സയൻസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കണ്ടെത്തി കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു തുടക്കം എന്ന് പറയാൻ പറ്റുന്നത്. അതിനുശേഷം പിന്നെ അവരുടെ കെയർ ഓഫിൽ നമുക്ക് 2-3 കുട്ടികളൊക്കെ വന്നു. ഈ കുട്ടീനെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പഠിപ്പിക്കുന്നില്ലായിരുന്നു, വേറെ ടീച്ചേഴ്സിനെ ഞാനിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഒരു മാർജിൻ ഉള്ള രീതിയിൽ നമ്മൾ കുറച്ചൊരു ഇതെടുക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ സംരംഭമായിട്ട് ആ ഒരു സമയത്ത് അത് മാറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്ന് ഈ ഒരു കുട്ടിയായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സുഹൃത്ത് വഴി നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ശരിക്കും ഒരു റൈറ്റ് ബോർഡ് എന്നൊരു സ്ഥാപനത്തിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇടയ്ക്ക് നമ്മുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ഒക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോബിന് കുറച്ച് ക്രൈസിസ് ഒക്കെ ഉണ്ടായിരുന്നു. ആള് ബാങ്കിലാണ്. ബാങ്കിൽ സെയിൽസിലാകുമ്പോഴത്തേക്കും അറിയാമല്ലോ, അതിൻ്റെ ഒരു പിന്നെ ടാർഗറ്റ് പ്രഷറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് ഈ മൈഗ്രേഷൻ്റെ ഒരു എന്താ പറയുക ബൂം വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരി ഓക്കെ, നമുക്ക് പുറത്ത് പോയിട്ട് രക്ഷപ്പെടാം. പുള്ളിക്കാരൻ കുറേ കാലം ബഹ്റിനിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഓക്കെ, ആൾക്ക് അബ്രോഡ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാക്കാൻ പറ്റും എന്നുള്ള വിചാരത്തിൽ ഞങ്ങൾ കാനഡയ്ക്ക് മൈഗ്രേറ്റ് ചെയ്തു. എനിക്കാണെങ്കിലും പത്രപ്രവർത്തനം പതുക്കെ ഒന്ന് മടുത്തു തുടങ്ങിയത്, കാരണം 10 വർഷമായി. അപ്പോൾ എനിക്ക് വേറെ ഏതെങ്കിലും ഒരു ഫീൽഡിലോട്ട് മാറണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ MBA ആണ് എടുത്തത്. MBA ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് അവിടെ സ്റ്റഡി വിസയിൽ പഠിക്കാൻ വേണ്ടി എടുത്തത്. അപ്പോൾ അവിടെ ചെന്ന് ഹസ്ബൻഡ് ഒരു ജോലി കിട്ടി. പക്ഷേ അവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് കാര്യങ്ങളൊന്നും നമുക്ക് ഒട്ടും താങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ അപ്പോഴും റൈറ്റ് ബോർഡ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് റൈറ്റ് ബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ട്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു, പഠിക്കാൻ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ട് പലരും നമ്മൾക്ക് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ റൈറ്റ് ബോർഡ് ഇപ്പോഴും ഉണ്ടോ? ഞാനിപ്പോൾ അവിടെ പോയ സമയത്ത് ചിലർക്കൊക്കെ ധാരണ ഉണ്ടായിരുന്നു ഞാനത് നിർത്തിയെന്ന്. അപ്പോൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു, അവിടെ നിങ്ങൾ എപ്പോഴും ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടോ? ടീച്ചേഴ്സിനെ ഉണ്ട്, നമ്മളിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കാനഡ ലൈഫ് വിചാരിച്ച പോലെ അത്ര സക്സസ്ഫുൾ ആയില്ല. ഒരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. അപ്പം എനിവേ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ തിരിച്ചിങ്ങ് വന്നു. ഈ ജനുവരി തിരിച്ചു വന്നിട്ട് ഞാൻ വേറൊരു സ്ഥാപനത്തിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് കയറിയായിരുന്നു. പക്ഷെ എനിക്ക് ആ ജോലി അത്ര ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇഷ്ടപ്പെടാഞ്ഞപ്പോഴത്തേക്കും ഇനി എന്തെന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ലൈഫിൽ വന്നായിരുന്നു. അപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഏതെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ പെർഫോമൻസ് മാർക്കറ്റിങ്ങിൻ്റെ വരെ സർട്ടിഫിക്കറ്റ് എനിക്കുള്ള ആളാണ്. ഞാൻ ഡിപ്ലോമ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ പോയത്. അപ്പോൾ എനിക്ക് അതുള്ളതുകൊണ്ട് ആണ് എനിക്ക് തിരിച്ചു വന്നപ്പോഴേക്കും ജോലി കിട്ടിയത്. പക്ഷേ എനിക്കത് ജോലി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പം അതൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഇവിടെ ഞാൻ ഈ പണി ചെയ്യുന്നു, എന്നാൽ പിന്നെ എൻ്റെ സ്വന്തം സ്ഥാപനമുണ്ട്. അപ്പോഴും നമ്മളോട് ആൾക്കാർ തിരക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ക്ലാസ് നല്ലതാണ്, നമുക്ക് നമ്മുടെ കുട്ടി ഇത്രയിലാണ്, അതിനെ ചേർക്കാവെന്ന് ചോദിച്ചിട്ട് അഡ്മിഷൻസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ എൻ്റെ ഫുൾ ഫോക്കസ് എൻ്റെ സ്വന്തം സ്ഥാപനത്തിന് കൊടുത്തുകൂടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പൂർണ്ണമായിട്ടും ഒരു എൻ്റർപ്രണർഷിപ്പ് എന്നുള്ളൊരു മേഖലയിലോട്ട് വരുന്നത്. ഓൺലൈനിലായിട്ട് നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ കാനഡയിലേക്ക് പോയിട്ട് തിരിച്ചു വന്നിട്ട് ഓഫ്ലൈനായിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പം നമുക്ക് ഓഫ്ലൈനും ഉണ്ട്, നമുക്ക് രണ്ടും ഉണ്ട്. നമുക്ക് ഓൺലൈനും ഉണ്ട് ഓഫ്ലൈനും ഉണ്ട്. ഓൺലൈൻ ഇപ്പോൾ അത് എല്ലാ രീതിയിലും അതൊരു എസ്റ്റാബ്ലിഷ്ഡ് ബ്രാൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് നേരത്തെ ട്യൂഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചെറിയ കുട്ടികൾക്ക് തൊട്ട് +2 വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ട്യൂഷനായിരുന്നു ഉണ്ടായിരുന്നത്. അതെല്ലാ സബ്ജക്റ്റും ഉണ്ട്. ഇപ്പം ഈവൻ സാൻസ്ക്രിറ്റ് പോലും നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം നമ്മളത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് കോച്ചിങ്ങും ഉണ്ട്. നമുക്ക് നീറ്റ് ഉണ്ട്, JEE ഉണ്ട്, സിവിൽ സർവീസ് ഉണ്ട്, IELTS ഉണ്ട്. അങ്ങനെ കോച്ചിങ് ഉൾപ്പെടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഓഫ്ലൈൻ സെൻറ്റർ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അരൂർ തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു മൂലധനം എന്തായിരുന്നു ശരിക്കും? സത്യം പറഞ്ഞാൽ ഇതിന് 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു കുട്ടി എന്നുള്ള രീതിയിലായിരുന്നു വന്നത്. അപ്പം ഇതിൻ്റെ തുടക്കത്തിൽ നമ്മൾ ആദ്യം നമ്മൾ ടീച്ചേഴ്സിനടുക്ക് നിങ്ങൾക്ക് എത്രയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ എന്നിട്ട് അവർക്ക് അതിനൊരു ചെറിയ മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 100 രൂപ മറ്റുമായിരുന്നു മാർജിനുള്ള രീതിയിൽ കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. അത്രേ പറയത്തുള്ളായിരുന്നു. അപ്പം അവരെടുക്കൽ പിന്നെ പേരൻസിനടുക്കൽ നമ്മുടെ ഫീസ് ഇതാണെന്ന് പറയും. നമ്മുടെ ടീച്ചേഴ്സിനും അതറിയാം ഇത്രയാണ് നമ്മുടെ മാർജിൻ ഉള്ളത്. കൂടുതലും വരുമാനം ടീച്ചേഴ്സിന് തന്നെയാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം 0 ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ഞാനിത് തുടങ്ങിയത്. അപ്പോൾ നമ്മളൊരു സാധാരണ ഒരു സംരംഭത്തെ സംബന്ധിച്ച് ഒരു 0 ഇൻവെസ്റ്റ്മെൻറ്റിൽ തുടങ്ങി ഇവിടം വരെ എത്തുമ്പോൾ ഒത്തിരി പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ടാകാം. അപ്പോൾ നമ്മൾ നേരിട്ട പ്രതിസന്ധികൾ അതെങ്ങനെയാണ് തരണം ചെയ്തത്? പ്രതിസന്ധികൾ എല്ലാ സംരംഭത്തിലും ഉണ്ട്. പ്രത്യേകിച്ച് ട്യൂഷൻ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന കോച്ചിങ് പിന്നെ ക്വാളിറ്റി ഉള്ളതാണെന്ന് ഈ പറയുന്ന രക്ഷകർത്താക്കളെ ഒന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു
ക്വാളിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ ഫീസ് ഇടുന്നത്. പക്ഷേ ഈ ബാർഗെയിനിങ് എന്ന് പറയുന്നത് ട്യൂഷൻ മേഖലയിൽ അല്ലെങ്കിൽ കോച്ചിങ് മേഖലയിലെ ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. അവർക്കത് ബോധ്യപ്പെടണം, ഇവർക്ക് ഇത്രയും വർത്താണ്, അതുകൊണ്ടാണ് ഇവർ ഇത്ര ഫീസ് വാങ്ങിക്കുന്നത് എന്നുള്ള അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. ഓക്കെ ഓക്കെ. ആ ഒരു ചലഞ്ചിനെ റൈറ്റ് ബോർഡ് എങ്ങനെയാണ് ഓവർകം ചെയ്യുന്നത്? നമ്മൾക്ക് ഡെമോ ക്ലാസ്സുകളുണ്ട്, നമ്മൾ ഡെമോ പ്ലസ് അസസ്മെൻറ്റ് ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ നമ്മൾ അവരോട് പറയും, നിങ്ങളിപ്പോൾ അടയ്ക്കേണ്ട, നിങ്ങൾ നമ്മുടെ ഡെമോ ക്ലാസ് എടുത്തോളൂ. ഡെമോ ക്ലാസ്സും അസസ്മെൻറ്റ് ടെസ്റ്റും കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ചൂസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതുവരെയും നമ്മളുടെ ഡെമോ ക്ലാസ് എടുത്ത ആരും തന്നെ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞ് പോയിട്ടില്ല. അതുതന്നെയാണ് അതിൻ്റെ ഒരു സക്സസ് എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പോൾ ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു കോച്ചിങ് സെൻറ്റർ ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോൾ കേരളത്തിലെ ഇപ്പോഴത്തെ ഒരു വിദ്യാഭ്യാസ രീതിയെക്കുറിച്ച് സൂര്യയുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാനാണെങ്കിൽ കുട്ടികൾക്ക് പലർക്കും അക്ഷരം അറിയത്തില്ല. എനിക്ക് പറയുന്നതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും പ്രോപ്പറായിട്ട് അക്ഷരം അറിയാത്തതൊരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. ആ കുട്ടിക്ക് കന്ന് ഏതാ കയം ഏതാ എന്നറിയാൻ പാടില്ല എന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത് അത് ദയനീയമായൊരവസ്ഥയാണ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളുടെയൊക്കെ ഒരു ജനറേഷൻ പഠിച്ചു വരുന്ന സമയത്ത് നമുക്ക് ഒരു 5ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേന് കൃത്യമായിട്ട് അക്ഷരങ്ങളെല്ലാം അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ കുട്ടികൾക്ക് തീരെ അക്ഷരം അറിയാൻ പാടില്ല, അക്ഷര തെറ്റുകൾ വരുന്നുണ്ട്. അതൊരു വലിയൊരു ചലഞ്ച് തന്നെയാണ്. 10ലെത്തിയിട്ടും ഒരു ഫൗണ്ടേഷൻ ഇല്ല എന്ന് പറയുന്നത് പരിതാപകരമായ അവസ്ഥയാണ്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചിട്ട് നമ്മുടെ മിനിസ്റ്റർ ഈ അടുത്തിടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. പിന്നെ കോമ്പറ്റീഷൻ കോച്ചിങ് സെൻറ്റേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ അല്ല, അതിനെക്കാട്ടി കൂടുതൽ പേരൻസ് പണ്ടത്തെ പോലെയല്ല, ഭയങ്കര ആങ്സൈറ്റിയാണ്, അനാവശ്യമായിട്ടുള്ള ആങ്സൈറ്റി ഉണ്ട്. ഇപ്പം ഞാനൊരു അമ്മയാണ്, അപ്പോൾ ഞാൻ പലവട്ടം ആലോചിക്കാറുണ്ട്, എനിക്ക് എൻ്റെ കുട്ടിയുടെ കാര്യത്തിൽ ഇത്ര ആങ്സൈറ്റി ഇല്ലല്ലോ എന്നുള്ളത്. എനിക്കെന്തോ തകരാറുണ്ടോ എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. കാരണം നമ്മുടെക്ക് വരുന്ന പല പേരൻസും ഇങ്ങനെ കുട്ടികളുടെ ഒരു കഴിവ് മനസ്സിലാക്കാണ്ട് എല്ലാത്തിനും കൊണ്ടുപോയി ചേർക്കും. അവസാനം ആ കുട്ടിക്ക് അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ എന്ന് പറയുന്നത് അവരുടെ ഒരു എക്സ്പെക്റ്റേഷൻ ലെവൽ ഉണ്ടല്ലോ, ആ എക്സ്പെക്റ്റേഷൻ ലെവൽ ഭയങ്കര ഹൈ ആണ്. അത് കുഞ്ഞുങ്ങൾക്ക് താങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ചിന്തിച്ചിട്ട് വേണം അവർ ഒരു ഡിസിഷൻ എടുക്കാൻ. അതാണ് എൻ്റെ ഒരു ചലഞ്ചെന്ന് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ കേരളത്തിൽ ഒത്തിരി കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ നിരവധി സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ അല്ലെങ്കിൽ റൈറ്റ് ബോർഡിനെ വ്യത്യസ്തമാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? റൈറ്റ് ബോർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലി കസ്റ്റമൈസബിൾ ആണ്. അത് സമയം മാത്രമല്ല, ഇപ്പോൾ ഒരു കുട്ടി നമ്മുടെ ഇപ്പം ഇംഗ്ലീഷിന് ജോയിൻ ചെയ്തു എന്ന് വെച്ചോ, ആ കുട്ടി നമ്മുടെ പറയുകയാണ് നമുക്ക് സിലബസ് വേണ്ട, പാഠപുസ്തകത്തിൻ്റെ പുറകിലുള്ള ഗ്രാമർ മതി എന്ന് പറഞ്ഞ് നമ്മളത് എടുത്തു കൊടുക്കും. ഇപ്പോൾ കുട്ടിക്ക് എന്താണോ വേണ്ടത് അത് മനസ്സിലാക്കി ആ രീതിയിലാണ് നമ്മളുടെ ഒരു കരിക്കുലം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്കൊരു റെഡിമെയ്ഡ് ആയിട്ടുള്ളൊരു കരിക്കുലം അല്ല നമുക്കുള്ളത്. പിന്നെ സമയത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് GCC കൺട്രീസിലൊക്കെ ഉള്ള കുട്ടികളുണ്ട്. പരീക്ഷാ സമയങ്ങളിൽ നമ്മൾ രാത്രി 11:30-12 മണിവരെയൊക്കെ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പോൾ അവർക്ക് ഉറക്കം പ്രശ്നം എന്നുള്ള രീതിയൊന്നും അവർ കൺസിഡർ ചെയ്യുന്നില്ല. ഞാനങ്ങോട്ട് പറഞ്ഞിട്ട് പോലും അല്ല അവരെടുക്കുന്നത്. അവരത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് സ്വന്തം സ്ഥാപനം എന്ന് കരുതുന്നതുകൊണ്ടാണ് അവരത് എടുത്തു പോകുന്നത്. അതാണ് നമ്മളുടെ ഒരു പ്രത്യേകത. നമ്മളിപ്പം ഇത്ര മണിക്കൂർ വരെയാണ് സാധാരണ സ്ഥാപനങ്ങളുള്ളത്. പക്ഷേ നമുക്ക് പരീക്ഷാ സമയത്തൊന്നും നമ്മളത് നോക്കാറേയില്ല. സാധാരണ ഇത് നമുക്ക് 1 അവറാണ് ട്യൂഷൻ വരുന്നത്, പക്ഷേ പരീക്ഷാ സമയങ്ങളിൽ നമ്മൾ കൂടുതലൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. എത്ര കുട്ടികൾ അതുപോലെ എത്ര ടീച്ചേഴ്സ് റൈറ്റ് ബോർഡിലുണ്ട്? ഇപ്പം നമുക്ക് 150-ന് മേൽ കുട്ടികളുണ്ട്. ഓൺലൈനും ഓഫ്ലൈനും കൂടെ കൂട്ടിയിട്ട് 150-ന് മേൽ കുട്ടികളുണ്ട്. നമുക്ക് ടീച്ചേഴ്സ് പറയുകയാണെങ്കിൽ 17 പേരാണ് നമ്മളുടെ ഓൺലൈനിലുള്ളത്, പിന്നെ 3 പേര് നമുക്ക് ഓഫ്ലൈനിലുണ്ട്. നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് വിദ്യാഭ്യാസ മേഖലയിലായാലും. ഒരു ക്വാളിറ്റി വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളൊരു ധാരണ പൊതുവെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് സൂര്യയുടെ ഒരു വിഷൻ എന്താ, അല്ലെങ്കിൽ കാഴ്ചപ്പാട് എന്താ? ക്വാളിറ്റി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ നമ്മൾ ഒരുപാട് ഗിമിക്കുകളുടെ ആവശ്യമില്ല. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെ ഡിജിറ്റൽ ബോർഡ് അങ്ങനെയൊന്നും തന്നെയില്ല. നമ്മളുടെ ഒരു മോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% വൃത്തിയായിട്ട് പഠിപ്പിക്കാനുള്ളതാണ്. അതിൽ കവിഞ്ഞ് നമുക്കൊരു സക്സസ് മന്ത്ര എന്നൊന്നും പറയാനില്ല. നമ്മൾ കുട്ടിയുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി കുട്ടി ഏതിനാണോ പുറകിലുള്ളത് അത് നമ്മൾ പ്രോപ്പറായിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പോൾ ചില സമയത്ത് നമുക്ക് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ഫൗണ്ടേഷൻ പോലും ഇല്ലാതെ വരുന്ന കുട്ടികളുണ്ട്. അവരെ നമ്മൾ അവിടം തൊട്ട് നമ്മൾ തുടങ്ങുകയാണ്. അവിടം തൊട്ട് തുടങ്ങി പതുക്കെ ആ കുട്ടിയുടെ ലെവൽ നമ്മൾ കൂട്ടി വരികയാണ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ട് ടെസ്റ്റ് പേപ്പറുകളുണ്ട്. ടെസ്റ്റ് പേപ്പർ എന്ന് വെച്ചാൽ കുട്ടീനെ ടെൻഷൻ അടുപ്പിച്ചുള്ള പരിപാടിയൊന്നുമല്ല. കുട്ടിക്ക് എന്താണോ അവർക്ക് മനസ്സിലായത് അത് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഇതായിട്ടേ നമ്മളത് കാണുന്നുള്ളൂ. അപ്പോൾ ക്വാളിറ്റി വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതാണ്, നമ്മൾ ഒരുപാട് കെമിക്കലുകളുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നല്ലതായിട്ട് വൃത്തിയായിട്ട് പഠിപ്പിക്കുക. പിന്നെ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് നല്ല ധാരണയുണ്ടാകും.
അതെ അതെ നമ്മളുടെ ടീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ സബ്ജക്റ്റിലും സ്പെഷ്യലൈസ് ആയിട്ടുള്ള ആൾക്കാരാണ് ആ സബ്ജക്റ്റ് എടുക്കുന്നത്. ഞാൻ സോഷ്യലും മലയാളമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഞാൻ അത് മാത്രമേ എടുക്കത്തുള്ളൂ. എനിക്കതേ അറിയത്തുള്ളൂ. അപ്പം അല്ലാതെ എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു മേഖലയിൽ ഞാൻ കൈ വയ്ക്കാറില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മളുടെ ബാക്കി ടീച്ചേഴ്സ്. അവർ മാത്സിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ടീച്ചറായിരിക്കും മാത്സ് പഠിപ്പിക്കുന്നത്. സയൻസിലാണെങ്കിൽ അങ്ങനെ ആ രീതിയിലാണ് നമ്മുടെ ടീച്ചേഴ്സ് വരുന്നത്. ഇനിയിപ്പോൾ റൈറ്റ് ബോർഡിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളുടെ ഒരു വിഷൻ? നമ്മൾ ഈ ക്വാളിറ്റി ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഷൻ ഉണ്ട് നമുക്ക്. ചെറിയ കുട്ടികൾക്ക് അക്ഷരം ഉറപ്പിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ പഴയ രീതിയിൽ എഴുതി തന്നെയാണ്, നമുക്ക് കോപ്പി ബുക്ക് നമ്മളവരോട് പറയും വാങ്ങിക്കണമെന്ന്. അപ്പോൾ അങ്ങനെ നമ്മൾ എഴുതി പഠിപ്പിച്ച് തന്നെയാണ് കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ എനിക്ക് റൈറ്റ് ബോർഡിനെ ഒരു വലിയ ബ്രാൻഡാക്കി മാറ്റുക, ഇനി ഭാവിയിൽ GCC കൺട്രീസിൽ ഉൾപ്പെടെ റൈറ്റ് ബോർഡിന് ബ്രാഞ്ച് തുടങ്ങുക, അതൊക്കെയാണ് എൻ്റെ ഒരു വലിയ സ്വപ്നം എന്ന് പറയുന്നത്. സൂര്യ ഈ എല്ലാ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഈ വേദിയിലെത്തിയതിനും അതുപോലെ തന്നെ റൈറ്റ് ബോർഡിൻ്റെയും സൂര്യയുടെയും വിശേഷങ്ങൾ പങ്കുവച്ചതിനും എല്ലാവിധ നന്ദിയും. താങ്ക് യു സുജീഷ്.